ഇത് കണ്ടോ, ഈ തൈ എന്താണെന്നറിയാമോ? ഇത് പാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ കർഷകരാരും ഒറ്റ വിളയായിട്ട് ഒരിക്കലും പാഷൻ ഫ്രൂട്ട് ചെയ്യാറില്ല. ഇതിൻ്റെ ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അധ്വാനം കുറവാണ്. നമുക്കത് ഏകദേശം ഒരു 3-4 വർഷം നമുക്ക് വിളവ് കിട്ടുന്നൊരു വിളയാണ് പാഷൻ ഫ്രൂട്ട്. ഈ പാഷൻ ഫ്രൂട്ട് ഞാൻ വീണ്ടും ചെയ്യാനുള്ള ഒരു കാരണം എന്ന് പറഞ്ഞാൽ, ഒരു 10 വർഷത്തിന് മുമ്പ് ഞാനിവിടെ പാഷൻ ഫ്രൂട്ട് നട്ടിരുന്നു. അന്ന് ഏകദേശം ഞാൻ 60 മൂട് നട്ടപ്പോൾ എനിക്ക് ഏതാണ്ട് ഒരു 2000 കിലോയ്ക്ക് കൂടുതൽ പാഷൻ ഫ്രൂട്ട് വിൽക്കാൻ പറ്റി. ഏതാണ്ട് 100 രൂപയ്ക്ക് അടുത്ത് വരെ വിലയുണ്ടായിരുന്നു. അപ്പം ഞാൻ നോക്കിയപ്പം, കാരണം ഒരു പക്ഷേ നമുക്കിന്ന് വിളവെടുക്കാൻ പറ്റിയില്ലെങ്കിൽ 2 ദിവസം കഴിഞ്ഞേ വിളവെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഒരു ദിവസം അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ ഒരു 5 രൂപ ഇതിന് കൂടുതൽ കിട്ടും. ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും പ്രിയമുള്ള ഒരു സാധനമാണ്. കാരണം ഏത് അസുഖക്കാർക്കും കഴിക്കാവുന്ന ഒരു ഫ്രൂട്ടാണ് പാഷൻ ഫ്രൂട്ട്. ഇപ്പോൾ വേണ്ട, ഇന്നിപ്പോൾ ഞാൻ കുറച്ചേ എടുത്തുകൊണ്ട് വന്നുള്ളൂ, ബാക്കി നാളെയും കൂടെ കൊണ്ടുവരും. ഏകദേശം ഒരു 80 മൂടോളം ഇപ്പോൾ ഇവിടെ നടാൻ പോവുകയാണ്. ആദ്യം ഞാനിത് നട്ടിരുന്നു, പക്ഷേ ഇവിടുത്തെ ഈ ചുറ്റുവേലി ഇല്ലാഞ്ഞുകൊണ്ട്, പിന്നെ നായ്ക്കളുടെയും മറ്റുമൊക്കെ ശല്യം കൊണ്ട് അത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ വളർന്നു വന്നില്ല. അതുകൊണ്ടാണ് വീണ്ടും ഞാൻ പാഷൻ ഫ്രൂട്ട് തന്നെ പരീക്ഷിക്കാൻ പോകുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി അതിൻ്റെ വളർച്ച ശരിയല്ലെന്ന്. ആ സമയത്ത് അന്നേരം ഞാൻ ഇതിനകത്ത് വെള്ളരിയിട്ടിപ്പോൾ അതിൻ്റെ ആദായം തീരാറായി. ഏതാണ്ട് ഒരു 600 കിലോയോളം വെള്ളരിക്ക ഞാനിപ്പോൾ കൊടുത്തു കഴിഞ്ഞു. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ വെള്ളരിക്കയ്ക്ക് ഭയങ്കര ഡിമാൻഡുള്ള ഒരു കാലമാണ്. 40 രൂപയ്ക്കാണ് കൊടുത്തത്. 30,000 രൂപ എനിക്ക് കിട്ടി. ഇനിയിപ്പോൾ അത് കളച്ചു കഴിഞ്ഞാൽ ഉടൻ ഈ പാഷൻ ഫ്രൂട്ട് നടും. പാഷൻ ഫ്രൂട്ട് കൃഷിയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അധ്വാനം മറ്റേതൊരു കൃഷിയെക്കാളും വളരെ കുറവാണ്. ഇതിപ്പം വയലറ്റ് ഇനത്തിൽപ്പെട്ട പാഷൻ ഫ്രൂട്ടാണ്. നമ്മുടെ മഞ്ഞയെക്കാളും ഏറ്റവും കൂടുതൽ ഡിമാൻഡാണ് ഇതിന് മറ്റ് പഞ്ചസാരയോ മറ്റ് മധുരങ്ങളോ ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. അതുകൊണ്ട് തന്നെ ഇത് നല്ല രീതിയിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഭയങ്കര ആദായമാണ്. ഇതിന് പിന്നെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നല്ല ബലത്ത പന്തലായിരിക്കണം. കാരണം ഇത്രയും വെയിറ്റുള്ള ഒരു ചെടിയാണ്. ഇതിൻ്റെ കായ്കളും ഇലയെല്ലാം കൂടെ വരുമ്പോൾ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അതിന് തക്ക രീതിയിൽ നമ്മൾ ആദ്യം തന്നെ ഞാനിപ്പോൾ ഇവിടെ ചെയ്തിരിക്കുന്ന ഏതാണ്ട് പകുതിക്കുള്ള സ്ക്വയർ ട്യൂബും പിന്നെ GI പൈപ്പ് ഇട്ടാണ് തൂണുകളെല്ലാം റെഡിയാക്കിയിരിക്കുന്നത്. എങ്കിൽ മാത്രമേ ഇത് കൂടുതൽ നാൾ നമുക്ക് ഇതിനെ സംരക്ഷിച്ച് കൊണ്ടുപോകാൻ പറ്റൂ. അപ്പോൾ ഈ പാഷൻ ഫ്രൂട്ട് തൈ ഞാനിപ്പം മറ്റന്നാൾ നടും. വെള്ളിയാഴ്ച ഞാൻ ഉച്ചതിരിഞ്ഞ് നടും. ഇത് നട്ട് കഴിഞ്ഞാൽ ഏകദേശം ഒരു 3 ആഴ്ച 4 ആഴ്ച കൊണ്ട് ഇതിന് പുതിയ മണ്ട വരും. പുതിയ മണ്ട വന്ന് അത് വള്ളി ഇങ്ങനെ വീശാൻ തുടങ്ങും. അന്നേരം തന്നെ നമ്മൾ ഇതിനെ പന്തലേക്ക് കയറ്റുന്ന സമയം വരെയുള്ള ഒറ്റ ശിഖരങ്ങൾ നമ്മളിത് നിർത്തിയേക്കത്തില്ല. അത് മൊത്തം കട്ട് ചെയ്ത് മാറ്റുന്നതുകൊണ്ടുള്ള ഒരു ഗുണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവൻ പന്തലേക്ക് കയറി കഴിഞ്ഞ് 1 മീറ്റർ അങ്ങോട്ട് വളർന്നു കഴിയുമ്പോൾ അതിൻ്റെ മണ്ടയങ്ങ് നമ്മൾ കട്ട് ചെയ്തങ്ങ് വിടും. ഇട്ട് കഴിയുമ്പോൾ ഇതിനിങ്ങനെ ശിഖരങ്ങളുണ്ടാവും. ഈ ശിഖരത്തിലാണ് ഏറ്റവും കൂടുതൽ കാകൾ പിടിക്കുന്നത്. മറ്റേ ഇല്ലെങ്കിൽ ആ ശിഖരങ്ങൾ വന്നില്ലെങ്കിൽ കായ്ഫലം കുറവായിരിക്കും. അപ്പോൾ ആ രീതിയിൽ നമ്മളിത് സംരക്ഷിച്ച് കൊണ്ടുപോകും. പിന്നെ ഇതിനൊരു ഗുണമെന്ന് പറഞ്ഞാൽ ഏറ്റവും കുറഞ്ഞ ഒരു 4 വർഷം മുതൽ നമുക്ക് ഇതിൻ്റെ ആദായം എടുക്കാൻ പറ്റും. 4 വർഷം കൊണ്ട് നമുക്ക് ഇപ്പം ഞാൻ 80 മൂട് നടന്നുണ്ട്. എൻ്റെ ഒരു പ്രതീക്ഷ ഒരു 4000-5000 കിലോ പാഷൻ ഫ്രൂട്ട് വിൽക്കാൻ പറ്റും. പിന്നെ അതുകൂടാതെ ഈ ഓരോ മൂടിന് 2 മൂടിൻ്റെ ഇടയ്ക്കും ഞാൻ ഈ മുമ്പേ പറഞ്ഞതുപോലെ ചേന വിത്ത് നട്ട് ആ ചേന നമുക്കൊരു അഡീഷണൽ വരുമാനമാക്കും. അടുത്ത പ്രാവശ്യം അതിന് പകരം ഞാൻ ചീനി നടും. അങ്ങനെ നമുക്കത് ലാഭകരമാക്കി എടുക്കാൻ കഴിയും. ഈ പാഷൻ ഫ്രൂട്ട് നമ്മൾ കൃഷി ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ തടം നല്ല രീതിയിൽ നല്ല വിസ്താരത്തിലെടുത്തിട്ട് അതിനെ കുമ്മായ വിട്ട് ഒരു 10 ദിവസം കഴിഞ്ഞ് നമ്മൾ നട്ടിട്ട് അതിന് അത്യാവശ്യം വേണ്ട ജൈവവളവും ഒക്കെ ഇട്ട് നട്ട് പിന്നെ ഇത് വളർന്നു കഴിഞ്ഞാൽ ഇവന് പൊതുവെ ഏറ്റവും കുറച്ച് അസുഖമുള്ള ഒരു വിളയാണ് പാഷൻ ഫ്രൂട്ട്. പാഷൻ ഫ്രൂട്ടിന് പൊതുവെ അസുഖം കുറവാണ്. പിന്നെ നമ്മൾ തൈകൾ തിരഞ്ഞെടുക്കുമ്പോൾ ആരോഗ്യമുള്ള തൈകൾ എടുക്കണം. വയനാട്ടിൽ നിന്ന് എൻ്റെ തൊട്ടടുത്ത ഒരു സുഹൃത്ത് ഇവിടെ നേഴ്സറി നടത്തുന്നുണ്ട്. പുള്ളിയെ കൊണ്ട് ഞാൻ പറഞ്ഞു വരുത്തിയതാണ് ഈ പാഷൻ ഫ്രൂട്ടിൻ്റെ തൈ. ഇതിന് ഏകദേശം 35 രൂപയോളം വിലയായി. ഞാനിപ്പോൾ 80 മൂടോളം നടാൻ പോവുകയാണ്. അപ്പം എനിക്ക് തോന്നുന്ന ഏറ്റവും ലാഭം എന്ന് വെച്ചാൽ ഒരു ദീർഘകാല വിളയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അതുകൂടാതെ മറ്റുള്ള പിന്നെ കാട്ടുപന്നി പോലുള്ളവരുടെ അങ്ങനെയുള്ള വന്യജീവികളുടെ ശല്യമൊന്നും ഉണ്ടാകത്തില്ല. ഇതിന് നല്ല ഡിമാൻഡുമാണ്. ഏത് സമയത്തും ഏകദേശം ഒരു 100 രൂപയ്ക്ക് മേളിൽ വിലയുണ്ട്. എന്നാലും 100 രൂപ താഴെ പോകാൻ സാധ്യതയില്ല. വയലറ്റ് ആയതുകൊണ്ട് ഇതിന് 100 രൂപയ്ക്കുള്ളിൽ ഉറപ്പായിട്ടും വില കിട്ടും. പിന്നെ അതുകൂടെ ഈ പന്തൽ നമ്മളെപ്പോഴും നല്ല ബലത്ത പന്തലായിരിക്കണം. ഒരു 3 വർഷം 4 വർഷം ഏറ്റവും കുറഞ്ഞ് നമുക്ക് അതിനകത്ത് നിന്ന് ആദായം എടുക്കാൻ പറ്റും. ഒരു മൂട്ടിൽ നിന്ന് ശരാശരി ഒരു 50 കിലോയ്ക്കുള്ളിൽ പാഷൻ ഫ്രൂട്ട് നമുക്ക് പറിച്ചെടുക്കാൻ പറ്റും. പിന്നെ ഇത് നമുക്ക് ഒരു ദിവസം താമസിച്ച് പോയാലും നമുക്ക് കൃത്യമായിട്ട് ഇവനെ വിളവാക്കി എടുത്തു കഴിഞ്ഞാൽ 1 രൂപ കൂടുതലേ കിട്ടത്തുള്ളൂ. തരത്തിൽ വിറ്റഴിക്കാനും
എല്ലാം നല്ലതാണ്. അതുകൂടാതെ തന്നെ മനുഷ്യൻ്റെ ആരോഗ്യത്തിന്, കാരണം നമ്മുടെ പരമ്പരാഗതമായ നമ്മുടെ പിന്നെ ജീവിതശൈലി രോഗങ്ങളായ ഷുഗർ, പ്രഷർ, കൊളസ്ട്രോൾ ഇതിനൊക്കെ ഏറ്റവും നല്ലതാണ്. ഞാൻ മുമ്പേ പറഞ്ഞിരുന്നു, എനിക്ക് ഇന്നുവരെ ഒരു മരുന്ന് പോലും കഴിക്കേണ്ടി വന്നിട്ടില്ല. മിക്കവാറും എല്ലാ മുളകും മല്ലിയും ഒക്കെ ഒഴിച്ച് ബാക്കി മിക്ക എല്ലാ സാധനങ്ങളും നമ്മുടെ വീട്ടിലുണ്ട്. പലരുടെയും സംശയമാണ് പാഷൻ ഫ്രൂട്ട് നടുമ്പോൾ അതിനകത്ത് പാമ്പ് ഇടയന്തുക്കളുടെ ശല്യം വരുമെന്ന്. എനിക്ക് തോന്നുന്നു അതിൻ്റെ ഒരു പ്രധാന കാരണം കൃത്യസമയത്ത് നമ്മൾ വിളവെടുക്കാത്തതുകൊണ്ടാണ്. കാരണം ഇതെന്ന് പറഞ്ഞാൽ മധുരമുള്ളൊരു ഫലമാണ്. അപ്പം ചിലപ്പോൾ ഒരു പക്ഷേ അതുങ്ങൾക്കും കഴിക്കണ്ടേ വരുന്നതായിരിക്കും. പക്ഷേ എനിക്കിന്ന് വരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല. കാരണം ഞാൻ കൃത്യമായിട്ട് അതിൻ്റെ നിറം വരുമ്പം അതിനെ ഞാൻ പറിച്ച് മാറ്റിയിരിക്കും. അതിനകത്തുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളെപ്പോഴും തോട്ടം വൃത്തിയാക്കി ഇടുക എന്നുള്ളത്. ഇപ്പം ഇവിടെ കാണുമ്പം തോട്ടം അത്ര വൃത്തിയല്ല, പക്ഷേ ഇത് നടുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് പോച്ചയും ചെത്തി മാറ്റി അത് നമ്മൾ ഇപ്പോൾ വീട് മാറ്റ് വിരിക്കാൻ പോവുക. കാരണം പോച്ച കിളിക്കാതിരിക്കാൻ അത്തരത്തിൽ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ഒരു കാരണവശാലും ഇഴജന്തുക്കൾ വരത്തില്ല. അത് തന്നെയല്ല, മനുഷ്യൻ്റെ അനക്കം ഉണ്ടെങ്കിൽ ഇഴജന്തുക്കൾ ഒരിക്കലും നമ്മളെ ഇങ്ങോട്ട് വന്ന് ശല്യം ചെയ്യത്തില്ല. പക്ഷെ അതിന് ഇരിക്കാനൊരവസരം നമ്മൾ കൊടുക്കാത്ത സാഹചര്യം ഉണ്ടാക്കിയാൽ മതിയാവും.